ഹായ് ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. കുംഭമാസത്തിലെ പൂരം നാളിലാണ് അമ്മയുടെ ബർത്ത്ഡേ, ആറ്റുകാൽ പൊങ്കാലയിലെന്നാണ്. അപ്പോൾ ഞാനും ആതിരയും കൂടെ അമ്മയ്ക്കൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വൈകിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ചെയ്യണം. ഞാൻ ആറ്റിങ്ങ വന്നായിരുന്നു, ആതിരയെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഇന്ന് അങ്ങ് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പോഴും കേശുവിടെ ആ തുള്ളിച്ചാടി പോകുന്നത് വല്യമ്മ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാനാണ്. അപ്പോൾ ഇന്നലെ തൊട്ടേ ചോദിക്കുകയാണ്, വല്യമ്മ എപ്പോഴും വരും, ഞങ്ങളെ വിളിക്കാൻ വരണില്ലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ അമ്മയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആതിരയും കൊച്ചും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മന്ദം കേശുവിടെ ഹെൽമെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നിന്നപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എവിടെ പോണേണ്? ഉഷാമാമയ്ക്ക് വീട്ടിൽ നിന്ന് എന്തരാണ് വിശേഷം? എന്ത് കേക്ക് കുറിക്കണം? എന്ത് ആരെ ബർത്ത്ഡേ? ആ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആദ്യമേ റെഡിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നട്ടുച്ചയാണ് ഗൈസ്, 12 മണി ടൈമാണ്. പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു കേട്ടോ. എന്തെങ്കിലും നൈറ്റിയോ അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയലോ സാരി എന്തെങ്കിലും ഒന്ന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണമായിരുന്നു. അങ്ങനെ ടെക്സ്റ്റൈൽസിലൊന്ന് കയറണമായിരുന്നു. അങ്ങനെ ഞാനും കേശുടൻ എന്താ മന്ദം നടന്നു പോവുകയാണ്. ആറ്റിങ്ങൽ വിനായക ടെക്സ്റ്റൈൽസിൽ കയറി എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് പോയി. ഇവിടെ അങ്ങനെ തിരക്ക് കുറവായിരുന്നു ആറ്റുകാൽ പൊങ്കാലയിൽ, അപ്പോഴൊന്നും അത്ര വലിയ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തെടുക്കണമെന്നുള്ളൊരു ഡിസ്കസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം വിളിച്ച് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല നോക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വല്യമ്മേരെ മോള് പ്രസവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ആതിരയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറണം. അപ്പോൾ അവിടുത്തെ കൊച്ചിനും കൂടെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കണം എന്നുണ്ടായിരുന്നു. കുട്ടി ഉടുപ്പുണ്ടല്ലോ, അപ്പോൾ അത് എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയ്ക്ക് എന്തെടുക്കണമെന്നൊക്കെ തീരുമാനിച്ചു, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടി ഷോപ്പിംഗ് കൊച്ചിന് വേണ്ടിയിട്ടും കൂടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കിഡ്സിൻ്റെ സെക്ഷനിലും കൂടെയൊക്കെ കയറി അതൊക്കെ എല്ലാം സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ലോഡ് കവറുമായി ഇതാ മന്ദം നടന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പിന്നെ തിരിച്ച് വേറെ എങ്ങും കയറാൻ നിന്നില്ല. നട്ടുച്ച സമയം ആയതുകൊണ്ട് പിന്നെ വയറും വെച്ചൊന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ ചോറ് കഴിക്കാനൊക്കെ ഉള്ള ടൈമാണ്. ഞാനിവിടെ നിന്ന് പോണ വഴിക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു പൊതിച്ചോറ് സെറ്റാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ആതിരയും കൊച്ചും വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു പൊതിച്ചോറ് സെറ്റാക്കണം. അങ്ങനെ പൊതിച്ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു കടയിലൊന്നും പോയി ഒന്നും കഴിക്കണ്ട, പൊതിച്ചോറ് സെറ്റാക്കി വെച്ചേക്കണം, നമുക്ക് അത് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഗൈസ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു.